കേരളീയ ബാലചികിത്സയിലെ ഒരുപാട് ഔഷധയോഗങ്ങൾ വ്യാപകമായിട്ട് മുതിർന്നവരുടെ ചികിത്സയിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ബാലചികിത്സയുടെ സ്വാധീനം ചികിത്സാ മേഖലയിൽ എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു സാധനമാണ്. എന്നാൽ ഇതിൽ ഒരുപാട് ചികിത്സാ രീതികൾ അന്യം നിന്ന് പോയിട്ടുണ്ട്. അത് എത്രയാണ്, ഏതെല്ലാമൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഊഹക്കണക്ക് പോലും യഥാർത്ഥത്തിൽ ലഭ്യമല്ല. ഇതിലൊരുപാട് സാധനങ്ങൾ വളരെയധികം ഗവേഷണാർഹമായിട്ടുള്ളതാണ്. അതെല്ലാം എങ്ങനെ നിന്നുപോയി എന്നുള്ളതിന് പല വിശദീകരണങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ പോലും അത് ചിലപ്പോൾ ചെറിയ ചെറിയ ഗൃഹവൈദ്യ പ്രയോഗങ്ങളാവാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഔഷധയോഗങ്ങൾ, വലിയ ചികിത്സയുടെ ഔഷധയോഗങ്ങളാവാം. അല്ലെങ്കിൽ ചില ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ആവാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൈവവ്യപാശ്രയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മന്ത്രതന്ത്ര പ്രയോഗങ്ങളാവാം. ഇതെല്ലാം പലതും അന്യം നിന്ന് പോയിട്ടുണ്ട്. ഇതിനൊന്നും വേണ്ട പോലെ ശ്രദ്ധ കിട്ടിയിട്ടോ അതിൽ ഒരു ഗവേഷണം നടത്തലോ അല്ലെങ്കിൽ അത് വൈദ്യന്മാർക്കും സമൂഹത്തിനും ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു ചർച്ചാ വിഷയമാവുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഇതിലിപ്പോൾ ഒരുപാട് പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രാവണ വിരചിതമായിട്ടുള്ള അർക്കപ്രകാശമുണ്ട്. അർക്കപ്രകാശമല്ല, കൗമാരവൃത്യം. രാവണ വിരചിതമായിട്ടുള്ള കൗമാരവൃത്യത്തിൽ കുറേ മരുന്നിൻ്റെ പ്രയോഗങ്ങളും കുറേ തന്ത്രപ്രയോഗങ്ങളും ഉണ്ട്. അതുപോലെ പിള്ളൈ പിണിവാഹടം എന്നുള്ളതിൽ ഒരുപാട് മന്ത്രതന്ത്ര പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ വീടുകളിലെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ചെയ്തു വരുന്ന കുറേ ഊതലും ഒഴിഞ്ഞിടലും എന്നൊക്കെയുള്ള കുറേ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നുമല്ലാതെ നമ്മളിന്ന് വൈദ്യന്മാർ ചെയ്തു വരുന്ന സാധാരണ യുക്തിവ്യപാശ്രയമായിട്ടുള്ള ഔഷധ ചികിത്സയും ധാരാളമായിട്ട് പ്രചാരത്തിലുണ്ട്. ഇതൊക്കെ വളരെ ഗവേഷണാർഹമായിട്ടും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുമായിട്ടുള്ള സാധനങ്ങളാണ്. ഇതിന് എല്ലാ കാലത്തും ഒരു പ്രസക്തിയുണ്ട്. സമൂഹത്തിൽ രോഗങ്ങളുടെ പാറ്റേൺ വ്യത്യാസപ്പെട്ട് വരികയാണ്. ആ പാറ്റേണിനനുസരിച്ച് നമുക്ക് ഈ പദ്ധതികളെക്കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ പുതിയ രോഗങ്ങളെ വളരെ ഇഫക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും.